ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് അൽട്ടിക മെട്രോ സ്റ്റേഷനിലാണ്. ദുബായ് ബ്ലോഗിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്നത്. നമ്മളങ്ങനെ പോണത് ഫൈനാൻഷ്യൽ സെൻറ്റർ മെട്രോ സ്റ്റേഷനിലേക്കാണ്. ഇപ്പോൾ മെട്രോയിൽ കയറി ഇരുന്നിട്ടുണ്ട് നമ്മൾ. ഗായ്സ്, അപ്പോൾ നമ്മൾ വേൾഡ് ട്രേഡ് സെൻറ്റർ ഫൈനാൻഷ്യൽ സെൻറ്ററിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മെട്രോ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ 5-6 സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് 7ാമത്തെ സ്റ്റേഷനായ ഫൈനാൻഷ്യൽ സെൻറ്ററിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാനൊക്കെ ആയിട്ടുള്ള. ഫിനാൻഷ്യൽ സെൻറ്റർ മെട്രോ സ്റ്റേഷനിലാണ്, അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ആദ്യം നമ്മുടെ മെട്രോ കാർഡ് നോൾ കാർഡ് സ്കാൻ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങണം. ഇതാണ് നമ്മൾ നോൾ കാർഡ് കേട്ടോ. അഞ്ച് ദിറംസാണ് അവിടെ പിൻവലിച്ചത് 7 സ്റ്റേഷന് വരെ കേട്ടോ. അതായത് എങ്ങനെ വെച്ചാൽ ഒരു സ്റ്റേഷന് അപ്പുറമാണെന്നുണ്ടെങ്കിൽ 3 ദിറംസാണ്. ഇതിപ്പോൾ 7ാമത്തെ സ്റ്റേഷനാണല്ലോ, 5-6 സ്റ്റേഷൻ കഴിഞ്ഞിട്ടായതുകൊണ്ട് 5 ദിറംസ് നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ മെട്രോ ഭയങ്കര ചീപ്പാണ് ഇവിടെ കേട്ടോ. മെട്രോയിൽ അത്ര റേറ്റ് ഒന്നുമില്ല. കാരണം 7ാമത്തെ നമ്മളെ അൽട്രിക സ്റ്റേഷനിൽ ഈ പറഞ്ഞ മാതിരി ഫൈനാൻഷ്യൽ സെൻറ്ററിക്ക് 7 സ്റ്റേഷൻ ഉണ്ട്. 7 സ്റ്റേഷന് വരെ നമുക്ക് ആകെ വന്നത് 5 ദിറംസാണ് പിൻവലിച്ചത്. അപ്പോൾ അങ്ങനെ ചീപ്പ് തന്നെയാണ് കേട്ടോ മെട്രോ ഒക്കെ ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഇതിനുള്ളിൽ കൂടെ യാത്ര ചെയ്യാണ്, മെട്രോൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ നമ്മളങ്ങനെ ഫൈനാൻഷ്യൽ സെൻറ്റർ മെട്രോ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. തണുപ്പ് പറഞ്ഞാലും പോരാ, നല്ല തണുപ്പാണ്, നല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചൂടാണല്ലോ, അപ്പോൾ ഇവിടെ കയറിനാൽ ഇപ്പോൾ തണുപ്പാണ്. ഇവിടെ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെയാണ് നല്ല ചൂടുണ്ടാവുക ദുബായിൽ. അപ്പോൾ ഇവിടെ കുറച്ച് ടാക്സി ഒക്കെ നിർത്തിയിട്ടുണ്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ലുക്ക് കേട്ടോ. ഇതിൻ്റെ പുറത്തു നിന്നുള്ളതാണ്. ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, ഒരുപാട് ഈ പറഞ്ഞ മാതിരി വലിയ കെട്ടിടങ്ങൾ, ഹോട്ടലുകളാണ്. 5 സ്റ്റാർ വലിയ ജവാറ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലുകളൊക്കെയാണ് ഉള്ളത്. നല്ല രസമാണ് കേട്ടോ. നമുക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കുറച്ച് ആ മുന്നിലായിട്ടാണ്, ആ ദൂരത്ത് കാണുന്നതാണ് ഫ്യൂച്ചർ മ്യൂസിയം കേട്ടോ. അതായത് ഇതിന് തൊട്ട് മുന്നുള്ള സ്റ്റേഷനായിട്ടുള്ള എമിറേറ്റ്സ് ടവറിൽ ഇറങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം, മ്യൂസിയത്തേക്ക് പോകാൻ പറ്റും. ഫ്യൂച്ചർ മ്യൂസിയമാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ മാതിരി വേൾഡ് ട്രേഡ് സെൻറ്ററിലല്ല, ഫൈനാൻഷ്യൽ സെൻറ്ററിൻ്റെ രണ്ടും മാറിപ്പോകും. വേൾഡ് ട്രേഡ് സെൻറ്ററും ഫൈനാൻഷ്യൽ സെൻറ്ററും ആണ്. അപ്പോൾ ഫൈനാൻഷ്യൽ സെൻറ്ററിൻ്റെ സൈഡിൽ കൂടെ ഞാൻ നടക്കണം. അപ്പോൾ കാഴ്ച കാണുന്നത് വെച്ചാൽ ഓരോ കെട്ടിടങ്ങൾ കേട്ടോ. എന്താ ലുക്ക് അറിയാം. അടിപൊളി ലുക്കാണ് ഓരോ കെട്ടിടങ്ങൾ കാണുമ്പോഴും. ഇവിടെ മെയിനായിട്ട് ഓരോ റെസ്റ്റോറൻറ്റുകളും മറ്റൊക്കെ ഉണ്ട്. ഇവിടെ കഫേകൾ, റെസ്റ്റോറൻറ്റുകളും ഒക്കെയാണ് നമുക്കിവിടെ വന്നാൽ മെയിനായിട്ട് കാണാൻ പറ്റുക. ഇവിടെ കാലാവസ്ഥ എടുത്ത് പറയണ്ടിട്ട്, കാരണം അത്രയ്ക്ക് തണുപ്പാണ്. ഭയങ്കര തണുത്ത കാലാവസ്ഥ, നല്ല തണുപ്പ കാറ്റൊക്കെ ആയിട്ടാണ്. നല്ല അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ, പ്രത്യേകിച്ച് രാത്രി കൂടിയാണല്ലോ. ഗൈസ്, വെയിറ്റ് റോസ് എന്ന് പറഞ്ഞിട്ടൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അത് തപ്പി ഇറങ്ങിയതാണ് നമ്മൾ. അപ്പോൾ നടന്നിട്ട് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ടാക്സി വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഒരു വെയിറ്റ് റോസ് ഉണ്ട്, പക്ഷേ ദുബായ് മാളിലാണെന്ന് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ എന്തായാലും ദുബായ് മാളിലേക്കാണ് നമ്മളിപ്പോൾ പോണത്. എന്തായാലും കറങ്ങും ചെയ്യാലോ വെച്ചിട്ട്. ഈ ദുബായ് മാളും ബുർജ് ഖലീഫ അടുത്താണല്ലോ, അപ്പോൾ അധികം ദൂരമൊന്നുമില്ല ടാക്സിയിൽ പോകണം. ചെറിയ ബ്ലോക്ക് ഒഴികെ നല്ലൊരു യാത്ര തന്നെയാണ്. അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫ ദുബായ് മാളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു ലൈനുകൾ കണ്ടിട്ടുണ്ടാവും ക്രോസ് ചെയ്യണത്, ഇതാണ് മെട്രോ. അതായത് ദുബായ് മാള് മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ആ മെട്രോ വഴി നമുക്ക് തിരിച്ച് നമ്മളെ സ്ഥലത്തേക്ക് അങ്ങനെ വേണമെങ്കിൽ പോകാനും പറ്റും. കറങ്ങണ സൈസ് ഒരു എൻട്രൻസ് ആണ് കേട്ടോ. കറങ്ങി എത്താണ്. നമ്മളെന്ത് സംഭവം ഉണ്ടായി വെച്ചാൽ വെയിറ്റ് റോസ് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ എത്തിച്ചേർന്നത് ദുബായ് മാളിലാണ് ഈ വെയിറ്റ് റോസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ വന്ന് ദുബായ് മാളിൽ. പിന്നെ അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കാണാൻ പോണേ.
അപ്പോൾ ഗൈസ് ഇതാണ് ദുബായ് മാളിലെ വെയ്റ്റ്റോസ്. നമ്മൾ ഫൈനലി അപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ അപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റാണ്. എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ ഒരുപാട് വിദേശികളാണ് കേട്ടോ കൂടുതലായിട്ട് ഇവിടെ വരുന്നത്. ഒരു ബ്രാൻഡഡ് പ്രീമിയം ഒരു ഷോപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് സാധനങ്ങൾ ഫ്രൂട്ട്സാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ ഇതായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ലണ്ടൻകാരെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റാണിത്. അവരാണിത് ഇവിടെ കൊണ്ടുവന്ന് വന്നിട്ടുള്ളത്. ഇത് പല ഭാഗങ്ങളിലും ഉണ്ട്. അതായത് ബ്രാൻഡഡ് സാധനങ്ങളാണ് കൂടുതൽ ഇവിടെ ഉള്ളതെന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ പ്രൈസൊക്കെ നോക്കുമ്പോൾ നല്ല വില കൂടുതലാണ് കേട്ടോ. ഒരു കിലോ കണക്കിന് സാധനങ്ങൾക്ക്. ഇത് ഫിഷ് ആണ്, ചെമ്മീൻ കാര്യങ്ങളൊക്കെ എല്ലാം വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ട്. കാണാത്ത പല മീറ്റുകൾ, ഇറച്ചി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതൽ നമ്മളെന്ത് കാണുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ടും ഈ ലണ്ടനിലുള്ള വിദേശികൾ, മറ്റ് രാജ്യക്കാരുള്ള വിദേശികളൊക്കെ കൂടുതൽ ഉദ്ദേശിച്ചിട്ടാവും ഇവർ ഇത് കൊണ്ടുവന്നിട്ടുണ്ടാവുക. ദുബായിലുള്ള ജോലിക്കാരും മറ്റ് വിദേശികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരാണ് കൂടുതൽ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്നത് എന്നാണ് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. നമ്മളിവിടെ വരാൻ കാരണം മുന്നേ തന്നെ അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു. ഇത് നോക്കിയപ്പോൾ അത്യാവശ്യം എന്താ വെയ്റ്റ്റോസിന് വ്യത്യസ്തമായിട്ടുള്ളൊരു പേരും ഒരു സൂപ്പർ മാർക്കറ്റൊക്കെയാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ ചേർന്ന് കേട്ടോ. നമ്മളെന്തായാലും അധികം സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്തില്ല, കാരണം ഇവിടുത്തെ വില താങ്ങാൻ പറ്റാവുന്നതിലും അധികമാണ്. നമ്മളിപ്പോൾ ദുബായ് മാളിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ദുബായ് മാളിൻ്റെ ഉള്ളിൽ വ്യത്യസ്തപരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നുണ്ട്. അതായത് കുറേ ഷോപ്പുകളും മറ്റുമൊക്കെ. അപ്പോൾ അതിൻ്റെ രസം തന്നെ വേറെ ഒന്നാണ് കേട്ടോ. അതാണ് നമ്മൾ നോക്കാൻ പോണതിന്. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയിലാണ് ഈ ഒരു പ്ലേസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഒരു റെസ്റ്റോറൻറ്റ്, കഫേകളും മറ്റുമാണ് ഈ കാണുന്നത് കേട്ടോ. ആ ലൈറ്റ്, അതേപോലെ തന്നെ ആ പെയിൻറ്റ്, കളറ് ഒക്കെ പാടി നല്ല കൂടി ചേരുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഈ ഒരു ഭാഗം തന്നെ. ദുബായ് മാളിൽ വന്നാൽ മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഭാഗം. പുതിയ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നത്. എന്തായാലും വന്നാൽ ഇവിടെ എന്തായാലും കയറാതെ പോകരുത്. അത്രയ്ക്കൊരു മസ്റ്റ് ട്രൈ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്ലേസ്. അടുത്തത് നമ്മൾ പോണത് ഈ ദുബായ് മാളിൻ്റെ ഉള്ളിലുള്ള ലുലു ഹൈപ്പറിലാണ് പോണത്. ലുലു ഹൈപ്പറിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. വെറുതെ കറങ്ങുക എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ ദുബായ് മാളിൽ എത്തിയിട്ടോ. വെയ്റ്റ്രോസിൽ നമ്മൾ ഓൾറെഡി പോയി. അവിടെ സാധനങ്ങൾക്കൊക്കെ വില കൂടുതലാണ്. അപ്പോൾ ലുലുവിൽ എന്താ അവസ്ഥ എന്നൊക്കെ നോക്കാം, വെറുതെ കറങ്ങുക എന്നുള്ളൊരിതിൽ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് വെയ്റ്റ്രോസിലെ സാധനങ്ങളും അതുപോലത്തെ ലുലു ഹൈപ്പറിലെ സാധനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാൻ പറ്റും. അതായത് സാധനങ്ങൾക്കൊക്കെ വില വ്യത്യാസങ്ങൾ എന്താണ് അപേക്ഷിച്ച് നോക്കാനും നമുക്ക് സാധിക്കും. ഇത് കളർഫുൾ ആയിട്ടുള്ളൊരു റിങ്ങുകളാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഡിസൈനായിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ദുബായ് മാളിൻ്റെ ലുലുവിൽ എത്തിയിട്ടോ. ലുലു ഹൈപ്പർ ഇതാണ്. ഇതൊരു വേറൊരു മൂലൊക്കെ ആയിട്ടാണ് കിടക്കേണ്ടത്. ദുബായ് മാളിൻ്റെ വേറൊരു സൈഡിലാണ്. കുറേ നടന്നിട്ടാണ് നമ്മളിപ്പോൾ എത്തിയത് കേട്ടോ. ഇതാണ് ലുലു ഹൈപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത് വീഡിയോ അലൗഡ് അല്ല, ക്യാമറ, ഫോണൊന്നും എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കാൻ പറ്റിയില്ല, വേറെ എടുത്തിട്ടില്ല. പക്ഷേ ഉള്ള കാര്യം പറയാൻ പറ്റുകയാണെങ്കിൽ ഫ്രൂട്ട്സിന് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടല്ലോ, അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെയ്റ്റ്രോസിനായിട്ടും വില കുറവ് തന്നെയാണ്. അത്രക്കൊന്നും വിലയില്ല. പിന്നെ മറ്റു പലചരക്ക് സാധനങ്ങൾ, ചോക്ലേറ്റ്, പിന്നെ മറ്റ് പാക്കറ്റ് ഐറ്റംസ്, ഫുഡിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതിന് വില കുറവ് തന്നെയാണ് വെയ്റ്റ്രോസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. കാരണം ഒന്നാമത് ഇന്ത്യൻ ഇതാണ് ബ്രാൻഡാണല്ലോ ലുലു മാൾ എന്ന് പറയുന്നത്. പൊതുവെ എല്ലായിടത്തും ഔട്ട്ലെറ്റിലൊക്കെ വില കുറവാണ്. പിന്നെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയ്റ്റ്രോസിൽ കൂടുതലും ബ്രാൻഡ് ഐറ്റംസ് ഈ വിദേശികളും മറ്റും ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് അവർ ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളതെന്നാണ് കൂടുതൽ മനസ്സിലായത്. എന്നാൽ ലുലു മാൾ അങ്ങനെയല്ല, സാധാരണക്കാർക്കും എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകത ഉണ്ട് അവിടെ. നമ്മളപ്പോൾ തിരിച്ച് മെട്രോ കയറാൻ പോവാണ്. ദുബായ് മെട്രോ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ. അതായത് ദുബായ് മാളിൽ നിന്നാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കിലോമീറ്റർ കണക്കിന് ഇതിനുള്ളിൽ പോകുക. അതായത് എന്തായാലും 3-4 കിലോമീറ്റർ നടക്കാനുണ്ട്. ഫുള്ള് നടക്കാനാണ്. അതായത് ഫുൾ എസ്കലേറ്റർ വെച്ചിട്ട് ഇങ്ങനെ വളച്ച് നടക്കുകയാണ്.
കുറേ നടക്കാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദുബായ് മെട്രോ സ്ട്രൈറ്റാണ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മെട്രോ നോക്കിയിട്ട്. ഒരുപാട് ഇവര് ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് വെച്ചാൽ കുറേ നടക്കാണ്ട് വളഞ്ഞ് തിരിഞ്ഞിട്ടൊരു ചുറ്റും ഒരുപാട് ചുറ്റും ഇങ്ങനെ നടക്കാണ്ട്. അങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ മെട്രോക്ക് കയറാണ്. അങ്ങനെ ഫൈനലി മെട്രോയിൽ കയറി ദുബായ് മാളിലെ മെട്രോ സ്റ്റേഷനിൽ കയറിയപ്പോൾ മെട്രോ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽറിഗ മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മളെ റെഡ് ലൈനാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ റൂമിൻ്റെ അടുത്ത് അൽറിഗ മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റും, ഈസിയാണ്. നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി ദുബായ് മാളിൽ നിന്ന് മെട്രോയിലേക്ക് അത്യാവശ്യം നല്ല നടക്കാനുണ്ട്, 2-3 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഗൈസ് ദുബായ് എപ്പിസോഡ് 2 നമ്മൾ ചർച്ച ചെയ്തത് വെയ്റ്റ്റോസ്, ലണ്ടൻ ബ്രാൻഡായ വെയ്റ്റ്റോസും അതുപോലെ ലുലു മാള് തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ്, അതായത് വിലക്കുറവ് സാധനങ്ങൾ തമ്മിൽ വ്യത്യാസമാണ് നോക്കിയത്. നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ദുബായ് വീഡിയോസുകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇതുപോലുള്ള വീഡിയോകൾക്ക് ഇനിയും വരാം. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ഓക്കെ, ബൈ.